കാർഷിക മേഖലയും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. കർഷകരുടെ സംഘടനകൾ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി എല്ലായിടത്തും പിന്തുണ നൽകാൻ വേണ്ടി പ്രഖ്യാപനമുണ്ട്. കേരളത്തിൽ കർഷകരും കർഷക തൊഴിലാളികളുടെ സംഘടനകളും ഈ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ 3 പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും വന്ന് ജാഥ ലീഡർക്ക് മാലയർപ്പിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായ വില കിട്ടുക എന്നുള്ളതാണ്. ആവശ്യം ശക്തമായി ഇന്ത്യയിൽ കുറേ വർഷങ്ങളായി ഉയർത്തുന്നു. അങ്ങനെയാണ് UPA സർക്കാരിൻ്റെ കാലത്ത് സ്വാമിനാഥൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്ത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പൊതുവിൽ എല്ലാവരും അംഗീകരിച്ചു. ഇതുവരെ നടപ്പാക്കിയില്ല. 2014 തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രധാന വാഗ്ദാനം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നാണ്. അവർ 2 ടേം പൂർത്തിയാക്കി, 3ാം ടേമിലേക്ക് കടന്നു. ഇതുവരെ നടപ്പായില്ല എന്ന് മാത്രമല്ല, കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കത്തക്ക നിലയിൽ കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ ഭൂമി പാട്ടത്തിനെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാൻ, അത് ഭക്ഷ്യധാന്യങ്ങളാവണമെന്നില്ല, ലോക കമ്പോളത്തിന് ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്ന 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെതിരെ കർഷകരുടെ വലിയ സമരം നടന്നു. 1 വർഷക്കാലം ഗവൺമെൻറ് അവരുമായി ഏറ്റുമുട്ടി. അവസാനം ഗവൺമെൻറ് തൽക്കാലത്തേക്ക് പിൻവാങ്ങി. ആ 3 നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷം കർഷകർ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ. അങ്ങനെ അവരുമായി കേന്ദ്ര കൃഷിമന്ത്രി ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാമെന്ന് അംഗീകരിച്ചു. സമരകാലത്ത് സമരസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇതെല്ലാം സമ്മതിച്ചു. ഒന്നും നടപ്പാക്കിയില്ല. ഇപ്പം കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്.